Hi all, welcome to the new lecture of linear algebra and calculus. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് eigen values and eigen vectors of 3x3 മെട്രിക്സിന്റെ വേറെ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ പ്രോബ്ലത്തിലുള്ളൂ. ഈ പ്രോബ്ലം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8th ക്വസ്റ്റ്യൻ ബാങ്കിലെ 8th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. Question ഇതാണ്, find the eigenvalues and eigenvectors of the matrix 4, 2, minus 2, 2, 5, 0, minus 2, 0, 3. നമുക്കിവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിൻ്റെ eigen വാല്യൂവും eigen വെക്ടേഴ്സും കണ്ടുപിടിക്കണം. ഈ മെട്രിക്സിനെ ഞാൻ എ എന്ന് വിളിച്ചു. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3x3 മെട്രിക്സിൻ്റെ ഈസി ഫോർമുല, അതായത് ഈ ഒരു ഇക്വേഷൻ്റെ എക്സ്പാൻഡഡ് ഫോർമുല. Lambda cube minus trace of a into lambda square plus a11 plus a22 plus a33 into lambda minus determinant of a equal to 0. ഇവിടെ trace of a കിട്ടുക 12 ആണ്. a11 plus a22 plus a33 കിട്ടുക നമുക്ക് 39 ആണ്. Determinant of a വരിക 28 ആണ്. ഇത് മൂന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ആ ലെക്ചർ ഒന്ന് നോക്കിയാൽ മതി. ട്രേസ് ഓഫ് എ 12 കിട്ടും, ഡിറ്റർമിനന്റ് ഓഫ് എ 28 കിട്ടും, a11 പ്ലസ് a22 പ്ലസ് a33 39 കിട്ടും. അപ്പോൾ നമുക്ക് ലാംഡ ക്യൂബ് മൈനസ് 12 ലാംഡ സ്ക്വയർ പ്ലസ് 39 ലാംഡ മൈനസ് 28 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. യൂസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുക 147. eigen values ആർ 147. ഓക്കെ, ഇത്രയും ചെയ്താൽ തന്നെ 4 മാർക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം eigen values കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് eigen values കണ്ടുപിടിക്കുക. ഇനി eigen values കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓരോ eigen വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് eigen വെക്ടേഴ്സും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ eigen വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് a മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് a മൈനസ് ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. കാരണം ലാംഡ ഇവിടെ 1 ആണ്. അപ്പോൾ ലാംഡയ്ക്ക് സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ a മൈനസ് ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 ആവും. അപ്പോൾ എ മൈനസ് ഐ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 3, 2, മൈനസ് 2, 2, 4, 0, മൈനസ് 2, 0, 2 ഇൻറ്റു x1, x2, x3 ഈക്വൽ ടു 0, 0, 0. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ജസ്റ്റ് മെട്രിക് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ കിട്ടുക 3x1 പ്ലസ് 2x2 മൈനസ് 2x3 ഈക്വൽ ടു 0, 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 0, മൈനസ് 2x1 പ്ലസ് 2x3 ഈക്വൽ ടു 0. 3 ഇക്വേഷൻസ് കിട്ടും. ഈ 3 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളിവിടെ ചെയ്യേണ്ടത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. 3 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് സോൾവ് ചെയ്തിട്ട് x1, x2, x3 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് നമ്മൾ ഇതിലെ ഏതെങ്കിലും 2 ഇക്വേഷൻസ് ചൂസ് ചെയ്യാം. നമ്മൾ 2 ഇക്വേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് 2 ഇക്വേഷൻസ് എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് 2 ഇക്വേഷൻസ് കൊടുക്കാം. പക്ഷേ ചില സാഹചര്യത്തിൽ ഇങ്ങനെ വരും. ഇപ്പോൾ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക, 3x1 പ്ലസ് 2x2 മൈനസ് 2x3 ഈക്വൽ ടു 0. അതുപോലെ 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 0. അടുത്തത് മൈനസ് 2x1 മൈനസ് 4x2 ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോൾ ഈ 2 ഇക്വേഷനും സെയിം ആണ്. അതായത് സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും സെയിം ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അത് രണ്ടും ചൂസ് ചെയ്യരുത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ചൂസ് ചെയ്യുക. ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്യാൻ ഒന്നിൻ്റെ മൾട്ടിപ്പിൾ ആണോ മറ്റേതെന്ന് മാത്രം ചൂസ് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏത് 2 എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ഏത് 2 വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ആദ്യത്തെ 2 ഇക്വേഷൻസ് ആണ്, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് ചെയ്ത് ആദ്യത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് 3, 2, മൈനസ് 2 വീണ്ടും എഴുതുക, 3, 2,
-2 രണ്ട് പ്രാവശ്യം 3 2 -2 3 2 -2 അതായത് ആദ്യത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റ് 3 പിന്നെ 2 പിന്നെ -2 അത് രണ്ട് പ്രാവശ്യം എഴുതാം. രണ്ടാമത്തെ ഇക്വേഷൻ 2 4 x3ക്ക് ഇല്ല, x3 ഇല്ലാത്തതുകൊണ്ട് അത് 0. പിന്നെ വീണ്ടും 2 4 0. ഇപ്പോൾ x3യുടെ അവിടെ ഏതെങ്കിലും 2x3 4x3 ഉണ്ടെങ്കിൽ ആ നമ്പർ വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ ഇവിടെ x3യുടെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് x3യുടെ ടേമിന് സ്ഥാനത്ത് നമ്മളിവിടെ 0 കൊടുക്കുക. ഇനി ഇതിൽ ആദ്യത്തെയും അവസാനത്തെയും ഒഴിവാക്കുക, ബാക്കി എഴുതുക. ബാക്കി ഏതൊക്കെയുള്ളത്? 2 -2 3 2 4 0 2 4. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആദ്യത്തെ. ഇപ്പോൾ 2 × 0 -4 × -2 ചെയ്യാം. 2 × 0 -4 × -2 ഈക്വൽ ടു 2 പ്ലസ് 8 8 0. 2 × 0 0 8 വരും. അടുത്തത് ഇത് രണ്ടും ചെയ്യാം. 2 -2 × 2 -0 × 3 ഈക്വൽ ടു -4. അടുത്തത് ഇത് രണ്ടും ചെയ്യാം. 3 × 4 -2 × 2 ഈക്വൽ ടു 12 - 4 8. അപ്പം നമുക്ക് കിട്ടുക 8 -4 8 8 -4 8 8 -4 8ന് കോമൺ ആയിട്ട് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക 2 -1 2. അതായിരിക്കും ഏഗൻ വെക്ടർ. അപ്പോൾ 2 -1 2. അപ്പോൾ ആദ്യത്തെ ഏഗൻ വെക്ടർ 2 -1 2. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഈ മെത്തേഡിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ രണ്ട് ഇക്വേഷൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് വേണം ചൂസ് ചെയ്യാൻ. ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് എങ്ങനെ നോക്കും? ഒരു ഈ ഇക്വേഷനെ ഏതെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടുമോ നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 മൈനസ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഇവിടെ സെയിം അല്ല, പക്ഷെ ചില സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരണമെന്നില്ല. അപ്പോൾ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 ചൂസ് ചെയ്തിട്ട് വേണം ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഉത്തരം തെറ്റും. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം എടുത്തിട്ട് ചെയ്യുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 2 ഇക്വേഷൻസ് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യത്തെ 2 ഇക്വേഷൻസാണ് എടുത്തത്. അതിൻ്റെ കോഎഫിഷ്യൻസ് 2 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് ആദ്യത്തെയും അവസാനത്തെയും മാറ്റുക. എന്നിട്ട് ഓരോ 2 പെയേഴ്സും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് കോമൺ നമ്പർ ഉണ്ടെങ്കിൽ ആ കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക 2 -1 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ലാംഡ ഈക്വൽ ടു 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ. ലാംഡ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ a - 4i × x = 0 വരും. അപ്പോൾ a - 4i ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0 2 -2 2 1 0 -2 0 -1 × x1 x2 x3 = 0 0 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 × x1 0 ആയി പോകും. 2 × x2 -2x3 = 0. അപ്പോൾ 2x2 - 2x3 = 0. 2x1 + x2 = 0. -2x1 - x3 = 0. അപ്പോൾ ഇതിലും ഏതെങ്കിലും 2 ഇക്വേഷൻസ് ചൂസ് ചെയ്യുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം ചൂസ് ചെയ്യാൻ. ഇതിൽ ഏത് 2 മൾട്ടിപ്പിൾ ഇക്വേഷൻസ് എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതാണ് അതിന് റീസൺ. ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആവാത്തതുകൊണ്ട് ഏത് 2 ഇക്വേഷൻസ് എടുത്താലും അതെന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഇക്വേഷൻസ് എടുത്തു. ആദ്യത്തെ ഇക്വേഷനിൽ x1 ഇല്ല, അപ്പോൾ അത് 0 ആയിട്ട് എടുക്കണം. പിന്നെ 2 പിന്നെ -2 ഇതൊന്നുകൂടെ എഴുതുക. 2 -2. അപ്പോൾ ഇവിടെ x1 ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ x1 ഇല്ലാത്തതുകൊണ്ട് x1ന് സ്ഥാനത്ത് 0 കൊടുത്തു. x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 2, അപ്പോൾ 2 എഴുതി. x3യുടെ കോഎഫിഷ്യൻറ്റ് -2 എഴുതി. അതൊന്നുകൂടെ എഴുതുക. 0 2 -2. രണ്ടാമത്തെ ഇക്വേഷൻ ചൂസ് ചെയ്യുക. x1ൻ്റെ ഒപ്പം ഉള്ളത് 2 ഉണ്ട്, അപ്പോൾ ഇവിടെ 2 എഴുതി. x2ൻ്റെ ഒപ്പം 1 ഉണ്ട്, അത് 1 എഴുതി. x3 ഇല്ല, അപ്പോൾ അത് 0 എഴുതി. അപ്പോൾ 2 1 0. ആദ്യത്തെ മാറ്റുക, അവസാനത്തെയും മാറ്റുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 0 0 0 - -2 0 - -2 +2. ഓക്കെ, നെക്സ്റ്റ് ഇത് രണ്ടും ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ 2 കിട്ടും.
ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ -2 × 2 -4. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ 0 × 1 -4. ഇവിടെ -4. അപ്പോൾ 2 -4 4. കോമൺലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 -2 -2 1 -2 -2. അപ്പോൾ ഏഗൻ വെക്ടർ വരിക 1 -2 -2. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഏഗൻ വെക്ടർ കിട്ടി. മൂന്നാമത് λ = 7 കൊടുക്കുക. അപ്പോൾ a-7i × x = 0. a-7i ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ -3x1 + 2x2 - 2x3 = 0. 2x1 - 2x2 = 0. -2x1 - 4x3 = 0. 3 ഇക്വേഷൻ കിട്ടും. ഇതിലും ഏത് രണ്ടെണ്ണം എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം ഒന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി ഏതെങ്കിലും രണ്ടെണ്ണം മൾട്ടിപ്പിൾ ആയിട്ട് വരികയാണെങ്കിൽ അത് എടുക്കരുത്. മൾട്ടിപ്പിൾ ആവാത്തത് വേണം എടുക്കാൻ. അതാണ് ഇൻഡിപെൻഡൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ഇക്വേഷൻസ് തന്നെ ഞാൻ ഇവിടെയും ചൂസ് ചെയ്തു. അപ്പോൾ ആദ്യം -3 വരും, പിന്നെ 2 വരും, പിന്നെ -2 വരും. x1ൻ്റെ ഒപ്പം -3 ഉണ്ട്, x2ൻ്റെ ഒപ്പം 2 ഉണ്ട്, പിന്നെ ഇത് -2 ഉണ്ട്. ഇതൊന്നുകൂടെ എഴുതുക. -3 2 -2. അടുത്തത് x1ൻ്റെ ഒപ്പം 2 ഉണ്ട്, x2ൻ്റെ കൂടെ -2 ഉണ്ട്. x3 ഇല്ല, അപ്പോൾ അത് 0. അപ്പോൾ 2 -2 0. അവസാനത്തെ മാറ്റുക, ആദ്യത്തെയും മാറ്റുക. ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ 0 -4 4 വരും, -4 വരും. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ -4 വരും. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും. അല്ല, 6 - 4 6 - 4 2. ഓക്കെ, അപ്പോൾ -4 -4 2. കോമൺലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -2 -2 1 -2 -2 1. അതാണ് ഇവിടെ ഏഗൻ വെക്ടർ. ഈ ഒരു മെത്തേഡ് വളരെ ഈസി മെത്തേഡാണ്. അതല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ പ്രോബ്ലം ചെയ്യാൻ. കാരണം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് x3 ഫ്രീ വേരിയബിൾ ആയിട്ട് എടുത്തിട്ട് അത് x2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും പ്രോബ്ലം. പക്ഷെ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാ ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറുണ്ട്. പക്ഷേ ഇത് ഈസി മെത്തേഡാണ്, കറക്റ്റാണ്. ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ മെത്തേഡ് എപ്പോഴാണ് തെറ്റിപ്പോവാന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാത്ത ഇക്വേഷൻസ് എടുത്തിട്ട് ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ 0 0 0 എന്ന് വരും ഏഗൻ വെക്ടർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം 0 0 0 വന്നു കഴിഞ്ഞാൽ ഉത്തരം തെറ്റാന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ വേറെ ഇക്വേഷൻ മാറ്റിയിട്ട് വേണം ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രാപ്പ് ഉണ്ട് ഇതിൽ. പക്ഷേ സൂക്ഷിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈസിയാണ്. ബാക്കി ക്വസ്റ്റ്യൻ ബാങ്കിലെ ചോദ്യങ്ങൾ നിങ്ങൾ തനിയെ ശ്രമിച്ച് നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ചില കേസിൽ നിങ്ങൾക്ക് ഏഗൻ വാല്യൂ സെയിം ആയിട്ട് വരും. ഇപ്പോൾ 1 2 2 ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. ഏഗൻ വാല്യൂസ് ഇവിടെ 1 4 7 ആയിരുന്നു. ഏഗൻ വാല്യൂസ് കേട്ടോ, ഏഗൻ വെക്ടേഴ്സ് അല്ല. ഏഗൻ വാല്യൂസ് 1 2 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. 1ന് കറസ്പോണ്ടിങ് ആയിട്ടും കാണുക, 2ന് കറസ്പോണ്ടിങ് ആയിട്ടും കാണുക. കാരണം മൂന്നാമതൊരു ഏഗൻ വാല്യൂ ഇല്ലല്ലോ, 2 തന്നെയാണല്ലോ മൂന്നാമത്തെ ഏഗൻ വാല്യൂ. അപ്പോൾ നമ്മൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിച്ചാൽ അങ്ങനെയുള്ള ഒരു ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. അതും കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, അത് ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് അതിലെ പ്രോബ്ലംസ് ചെയ്തു തരാം. ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്കിലെ ബാക്കി ചോദ്യങ്ങൾ ശ്രമിച്ച് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.